എന്നിട്ട് പറഞ്ഞു ശ്രേഷ്ഠതയുമില്ല സ്ഥിരപ്പെടാത്തതിലേക്ക് പോകലോ അത് വിരോധിക്കപ്പെട്ടതാണ്. ഈ ലഫ്ള് തൊടാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. ഇത്രയും സമയമായിട്ട് ഞാൻ വായിച്ചു കൊടുത്ത നെഹ്യുഹ ആ പെണ്ണിനെ വിരോധിക്കണം. അനിസ്സഫരി യാത്ര പോകലിനെ തൊട്ട് വീട്ടിൽ നിന്ന് പോകലിനെ തൊട്ട് ഫീമാ ലാ യൽസമുഹ അവൾക്ക് സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ ഇത് തൊടാൻ കഴിഞ്ഞു നിങ്ങൾക്ക്? എന്നിട്ട് ഏതാ ഫതുൽ ബാരിയിലേക്ക് പോയല്ലേ? ഏതായി ഫതുൽ ബാരി? ആ ഫതുൽ ബാരിയിൽ എന്താ ഉള്ളത് അത് ഞങ്ങൾ വായിച്ചു തരാം. നിങ്ങൾക്ക് സബത്തിന്റെ അർത്ഥം അറിയില്ല, ഒരു അർത്ഥം അറിയില്ല, പക്ഷേ വേറൊരു സംവാദം നടത്തി എന്താ ഇബ്നു ഹജർ പറഞ്ഞത് എഴുതിക്കോ. ഇതാ ഞങ്ങളിത് പൂർത്തിയാക്കി, ഞങ്ങളെ വിഷയം പൂർത്തിയാണ്, എല്ലാവരും പഠിച്ചോ. നിങ്ങൾ ഷാഫി ഇമാമങ്ങളെ കൂടണ്ട്, അത് ഉറക്കത്തിൽ കണ്ടോ നിങ്ങൾ. ഞങ്ങളെ ഇമാമായ ഷാഫി ഇമാം എന്താ പറഞ്ഞത്? സ്ത്രീകൾക്ക് ഒരു പുണ്യവുമില്ല, പുണ്യമില്ലാത്ത വിഷയത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോവൽ വിരോധിക്കപ്പെട്ടതാകുന്നു. റസൂലുള്ള പറഞ്ഞ വാക്കില്ലേ, സയകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. സദഖ റസൂലുള്ളാഹി. ഷാഫി ഇമാമിന്റെ പേരിൽ പച്ചക്കള്ളമല്ലേ? പിന്നെ താടിൻ തലപ്പാവൊക്കെ പറഞ്ഞിട്ട് സ്വന്തം മുന്നിലുള്ള ആളുകളെ എന്തിനാണ് ഈ കള്ളത്താഴികളെ എന്തിനാണ് നിങ്ങൾ വഷളാക്കുന്നത്? പാപമല്ലേ പാപം, എന്തിന് വഷളാക്കണം? പിന്നെ അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കണ്ട. നിങ്ങൾക്ക് തലക്കലൊരു ബിരുദൂല്ല, നിങ്ങൾക്ക് തലയില ബാലൂല, ഒന്നുമില്ല. നാ കൂട്ടിക്കൊടുത്തോ. ഹനീഫാൽ കായക്കൊടിയാൽ ബൾബൂരി പിടിച്ചോ. ഞങ്ങൾക്ക് വേണ്ട അതിനിപ്പത്ര അസൂയപ്പെടേണ്ട കാര്യമില്ല. അത് നിങ്ങളെ ബാലുശ്ശേരിയോട് കടപ്പാടാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഇവിടെ ചോദിച്ചത് ഷാഫി ഇമാമിന്റെ കിതാബിൽ നിന്ന് തെളിയിക്കാനാണ്, ഇബ്നു ഹജറിന്റെ കിതാബിൽ നിന്ന് തെളിയിക്കാൻ. അത് ഞങ്ങൾ തെളിയിച്ചു. ഇപ്പൊ ഷാഫി ഇമാമിന്റെ കിതാബിൽ നിന്ന് ഞങ്ങൾ വായിക്കുന്നു, കേട്ടോ, കൃത്യമായി വായിക്കുന്നു. ഞങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇമാം ഷാഫിഈ പറഞ്ഞു ഒരു ഫളുമില്ലാത്തതിലേക്ക് പോകൽ അത് വിരോധിക്കപ്പെട്ടതാണ്. ഇതാ ഞങ്ങൾ വായിച്ചു, മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഈ എൽസമൂന് ഇനി സ്ഥിരപ്പെട്ടു എന്ന് അർത്ഥം എവിടെയെന്ന് നോക്കണ്ട, എടുത്തോ മിസ്ബാഹുൽ മുനീർ എടുത്തു നോക്കിക്കോ, അതിലർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ നട്ടം തിരിയണ്ട, അതിനുവേണ്ടി ഇപ്പൊ പറഞ്ഞതാണ്. എല്ലാം പഠിച്ചു മനസ്സിലാക്കി വെച്ചോ. പിന്നെ അല്ലഹു യഖ്ദിറു, അത് നിങ്ങൾ എന്നെ പോയതായ ഒരു കാര്യം പറഞ്ഞു, പെണ്ണ് ആണായാ പോകാം, നിങ്ങൾ കൊണ്ടുപോയിക്കോ. കായക്കൊടിന്റെ ഭാര്യ ആണായ കൊണ്ടുവന്നു, ഞങ്ങൾക്കെതിരില്ല, അതൊക്കെ തീരുമാനമായി. അപ്പൊ ഷാഫി ഇമാം പറഞ്ഞത് എന്താ? ഇഖ്തിലാഫുൽ ഹദീസ്, വളരെ 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 വ്യക്തം. പിന്നെ ഹദീസ് സ്ഥിരപ്പെട്ടു ആരാ പറഞ്ഞത്? കായക്കൊടി. അത് ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നു. ഷാഫി ഇമാം കാണാത്ത ഹദീസ് അല്ലാന്ന് ഇയാളെന്നെ നേരത്തെ പറഞ്ഞു. ഷാഫി ഇമാം കണ്ട ഹദീസാണ്. ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറഞ്ഞത് സ്ത്രീകളെ വിലക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ പോലെയല്ല ഹദീസിനെ മനസ്സിലാക്കേണ്ടത്. കാര്യം വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ഇബ്നു ഹജറിന്റെ ഓരോ വാക്കുകളും ഇൻഷാ അല്ലാഹ് വേറെ ഒരു സംവാദം വെച്ചോ ഞങ്ങൾ തെളിയിക്കും. ഇപ്പൊ ഞങ്ങളെ തലശ്ശേരിക്കാരെ ഏൽപ്പിച്ചത് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഷാഫി ഇമാമിന്റെ കിതാബിൽ എന്താ പറഞ്ഞത്? സ്ഥിരപ്പെടാത്ത വിഷയത്തിന് പോകരുത്. ജുമുഅ ജമാഅത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് പോകാൻ പാടില്ലെന്ന് ഇമാമുന ഷാഫിഈ. കിതാബ് ഏതാ? ഇഖ്തിലാഫുൽ ഹദീസ്. ഒരു കാലത്ത് നിങ്ങൾ മറക്കണ്ട മുജാഹിദേ, ഇനി ഈ പേര് പറഞ്ഞ് ഇവിടെ നടന്നു പോകരുത്. ഇത് താക്കീതാണ് കേട്ടോ. ഷാഫി ഇമാമാണ് ഞങ്ങളെ വ്യവസ്ഥ, ഞങ്ങളത് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇവിടെ ഷാഫി ഇമാം തന്നെ. ഞങ്ങൾ ഫതാവൽ കുബ്ര വായിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചു ഷാഫി ഇമാം എവിടെ പറഞ്ഞു? അതിനെന്നെ അത് ആദ്യം വായിച്ചത് നിങ്ങളെ ചോദിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് ചോദിച്ചപ്പോ ഞങ്ങൾ കിതാബ് എടുത്തിട്ട് തെളിയിച്ചു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അവിടെ നിൽക്കട്ടെ. സംവാദം അവസാനിക്കുകയാണ്. ഇനി അവലോകനമാണ്. രണ്ട് ഭാഗത്തു നിന്നുള്ള നറുക്കിട്ടെടുത്ത് ഇൻഷാ അല്ലാഹ് പ്രഖ്യാപിക്കുന്നു. അതിനനുസരിച്ച് അവലോകനവും കഴിഞ്ഞ് നന്ദി പ്രകാശനവും കഴിഞ്ഞ് നമുക്ക് പിരിഞ്ഞു പോകാവുന്നതാണ്. ഇതുവരെ സഹകരിച്ച എല്ലാവരും ഈ അവലോകനത്തിനു കൂടി സഹകരിച്ച് സമ്പൂർണ്ണമായി സഹകരിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പരസ്പരം സംസാരിക്കരുത്. നമ്മുടെ പരിപാടി വളരെ പെട്ടെന്ന് പിരിഞ്ഞു പോകേണ്ടതുണ്ട്. ലൈറ്റ്, ഫാന്, കറണ്ട് ഒക്കെ നമ്മളെ ചതിച്ചു, ഇത്ര സമയം എത്തിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അവലോകനം ആരംഭിക്കുകയാണ്. മുജാഹിദ് പക്ഷം ആദ്യം അവലോകനം നടത്തുന്നു. ഇപ്പൊ കുറിച്ചതാണ് ചായ. മുജാഹിദുകളാണ് ജയിച്ചത്, അവരെന്നെയാണ് ഇത് അവലോകനം നടത്തേണ്ടത് അംഗീകരിച്ചു. അതാണ് തക്ബീർ. സഹോദരന്മാരെ, നന്ദിയുണ്ട് നിങ്ങൾക്ക്. ഏതായാലും ഇവിടെ വിഷയം കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. ഇമാം ശാഫിഈ ഈ വിഷയത്തിൽ ഇവിടെ എഴുതിയത് സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ആ വിഷയത്തിൽ ഇമാം ശാഫിഈ എന്താണ് പഠിപ്പിച്ചത് എന്ന് കൃത്യമായി ഇമാം ശാഫിയുടെ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മുസ്നദ് ഉദ്ധരിച്ചു, അതേപോലെ സുനൻ ഉദ്ധരിച്ചു. ഇമാം ശാഫി
ഷാഫിയുടെ അല്ലും ഉദ്ധരിച്ചു. ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകൽ അനുവദനീയമാണ്, അത് ഇസ്ലാമികമാണ്, അതിന് കൂലിയുള്ളതാണ് എന്ന് കൃത്യമായി മുജാഹിദുകൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ ഇതിനെതിരായി മുജാഹിദുകളുടെ മുമ്പിൽ ഇസ്ലാമികമല്ല എന്ന് തെളിയിക്കാൻ വന്ന ആളുകൾക്ക് എന്ത് തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. പറയുന്നത് എന്താണ്? ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ജുമഅക്ക് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു, ജമാഅത്തിന് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു, പെരുന്നാളിന് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു. അതൊക്കെ വ്യഭിചാരം ചെയ്താൽ കുളിക്കണമെന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യാമെന്നാണ് അർത്ഥം എന്നാണ് മുസ്ലിയാർ ചോദിച്ചത്. മുസ്ലിയാരെ, വ്യഭിചാരം ചെയ്യുന്നവൻ പാലിക്കേണ്ട മര്യാദ ഒരു കിതാബിലും ഇല്ല. വ്യഭിചാരം ചെയ്യാൻ പോകുന്നവൻ ഇതാ ഇന്നയാൾ വ്യഭിചാരം ചെയ്യാൻ പോവാണ്, അപ്പൊ ഷേവ് ചെയ്യണം, സുഗന്ധദ്രവ്യം ഉപയോഗിക്കണം, സ്ത്രീയെ ആകർഷിക്കുന്ന വസ്ത്രം ധരിക്കണം, ഒരു കിതാബിലും ഇല്ല. ഇവിടെയോ പെരുന്നാൾ നിസ്കരിക്കാൻ, ജുമ നമസ്കരിക്കാൻ പോകുന്നവർ പാലിക്കേണ്ട മര്യാദയാണ് ഇമാം ഷാഫി പറഞ്ഞത്. എന്നിട്ടോ ദൂരയാത്രയ്ക്ക് പോകുമ്പോ, മഹറമില്ലാത്ത യാത്രയ്ക്ക് പോകുമ്പോ ആ യാത്രയെക്കുറിച്ച് ഇഖ്തിലാഫുൽ ഹദീസിൽ പറഞ്ഞത് എടുത്തുവെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഇമാം ഷാഫി ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചു ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്കറിയാം, ഞങ്ങളത് പറഞ്ഞാൽ അതൊക്കെ ഇമാം ഷാഫിയുടെ പേരിൽ നിങ്ങൾ കെട്ടിപ്പറയുകയാണ് എന്നിവർ പറയുമെന്നതുകൊണ്ട് തന്നെ ഇമാം ഷാഫിയെ അംഗീകരിക്കുന്ന ഷാഫി മദ്ഹബിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ഞങ്ങൾ ഉദ്ധരിച്ചു. ഇനിയും ഉദ്ധരിക്കാനുള്ളത് അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പറ്റി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്നെ രേഖപ്പെടുത്തുകയാണ്. കുന്ന യഹ്ജുജന വയതുഫ്ന വയഖ്റുജന ഇലൽ മസാജിദി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവർ ഹജ്ജിന് പോയി, അവർ തവാഫ് ചെയ്തു, അവർ പള്ളികളിലേക്ക് പുറപ്പെട്ടു. എപ്പോ? ഫീ അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പള്ളിയിലേക്ക് പോയിരുന്നു, ഹജ്ജിന് പോയിരുന്നു, തവാഫ് ചെയ്യാൻ പോയിരുന്നു എന്ന് വിശദീകരിച്ച ഇമാം ഇബ്നു ഹജർ തുടർന്ന് പറഞ്ഞു, വബഅദഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷവും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പോയിരുന്നു. ഇമാം ഷാഫി പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇബ്നു ഹജർ പറയുന്നു, പോയിരുന്നു, ഹജ്ജിന് പോയിരുന്നു, അതേപോലെ തവാഫിന് പോയിരുന്നു, പള്ളികളിലേക്ക് പോയിരുന്നു എന്ന് ഇബ്നു ഹജർ പറയുന്നു. ഹനീഫ് കായക്കൊടിയല്ല, അനസ് മൗലവിയല്ല, ജബ്ബാർ മൗലവിയോ ബാക്കവിയോ അല്ല, ഇമാം ഷാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയാണ് വിശദീകരിച്ചത്. പോയിരുന്നു, റസൂലിന്റെ കാലത്ത്, കാലശേഷവും പോയിരുന്നു. സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞത്